നാനിയുടെ ഏറ്റവും പുതിയമായ പാരഡൈസിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഗ്ലിംസും കാര്യങ്ങളും കുറച്ചാൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ സാധനമായിരുന്നു. എക്സ്പെഷ്യലി ഇതിൻ്റെ മ്യൂസിക്, അനിരുദ്ധാണ് മ്യൂസിക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു മ്യൂസിക് വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഭയങ്കര ഹിറ്റായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് തോന്നുന്നു ഫുൾ ടൈം ഇതിൻ്റെ സാധനം തന്നെയായിരുന്നു കറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും കുറേ പേര് ഈ മ്യൂസിക് യൂസ് ചെയ്ത് പല സാധനം ചെയ്യുന്നുണ്ട്. നാനിയുടെ തന്നെ പഴയ പടമായ ദസറയുടെ ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റേ ഞാൻ പറഞ്ഞ ഗ്ലിംസി കുറച്ച് കോമഡി സാധനം ഉണ്ടായിരുന്നു. അതായത് അവൻ്റെ നാനിയുടെ കയ്യിലൊക്കെ എഴുതിയാക്കുന്ന ഒരു തെറിയാണ്, ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു പ്രത്യേക ടൈപ്പുള്ള സാധനം ഉണ്ടായിരുന്നു. അതായത് ഒരു എൻ്റെ ക്ലൈമാക്സ് ഒക്കെ നിൻ്റെ അമ്മയുടെ എന്നൊക്കെ പറഞ്ഞാണ് ഡയലോഗൊക്കെ വന്നേ. സോ കണ്ടപ്പോൾ നല്ല രസമാണ്. അതിൻ്റെ മ്യൂസിക് വീഡിയോ ഇറങ്ങിയൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു, BGM കാര്യങ്ങളൊക്കെ. സോ ഇതിൻ്റെ ട്രെയിലർ ഏതായാലും വന്നിട്ടുണ്ട്, ടീസർ ഏതായാലും വന്നിട്ടുണ്ട്. 1 മിനിറ്റ് 43 സെക്കൻഡുമാണ് ദൈർഘ്യം. നമുക്ക് അതിനെ കണ്ടിട്ട് നോക്കാം. അടി ഇടി വെട്ടിപ്പോക, അത് തന്നെയാണ് സംഭവം. സുധാകർ ചെറുകുറി പ്രൊഡ്യൂസർ. എന്താണിത്? ഞാനിവിടെ ലുക്ക് കൊള്ളാം. മുടിയൊക്കെ മറ്റേ ഇട്ട് മറ്റേ കായ്ഗിരി എന്നല്ലേ നമ്മളൊരു ബോഡി ബിൽഡർ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, പുള്ളിയുടെ ഒരു സ്റ്റൈലൊക്കെയാണ്. അതിന് പറ്റിയ പുള്ളിയല്ലേ നമ്മുടെ പഴയ ആക്ടറാണ്. നമ്മുടെ സുറൈപ്പൊട്ടറിനകത്ത് സൂര്യയുടെ ഇതായിട്ട് വരും, സൂര്യനെ ട്രെയിൻ ചെയ്യിക്കുന്ന പുള്ളിയല്ലേ, മറ്റേ അയാളുടെ പേര് ഞാൻ പറഞ്ഞ എന്നാ ഒരു കന്നഡയിലത്തെ എങ്ങാണ്ടാന്ന് തോന്നുന്നു, കന്നഡയിലാണ് തെലുങ്കിൽ, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഭയങ്കര ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആണ്. അയാളുടെ പേര് ഞാൻ പറഞ്ഞു ഇവളുടെ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പടല്ലേ കണ്ണപ്പയ്ക്കകത്തൊക്കെ ഉണ്ടായിരുന്നു. എന്താണത്? കായാട് ലോഹറാണോ? പുള്ളിയുടെ ലുക്കാന്ന് തോന്നുന്നു കേട്ടോ. അത് DAGing ചെയ്താന്ന് തോന്നുന്നു. അത് ജനങ്ങൾക്ക് വേണ്ടിയോ? നമ്മൾ അവരെ ഓടിക്കണം. വെറുപ്പോടെ കാണുന്ന കറുപ്പാണ് നമ്മുടെ കൊടി, കാക്കയാണ് നമ്മുടെ അടയാളം. അപമാനിക്കപ്പെട്ട കാക്കകൾ ആയുധം എടുത്താൽ എന്താ ഉണ്ടാവാന്ന് കാണിച്ചു കൊടുക്കണ്ട. നാനിയുടെ സൗണ്ട് ഭയങ്കര ശോകം. ഇത് എനിക്ക് ഈ അടുത്തായിട്ട് തോന്നുന്നത് ഹിറ്റിനകത്ത് ഞാൻ ഓർക്കുന്നത്, ഹിറ്റ് ഞാൻ തമിഴാണ് ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഹിറ്റിനകത്ത് നാനിയുടെ സൗണ്ട് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡബ്ബിങ് ആർട്ടിസ്റ്റ് എനിക്ക് തോന്നുന്നു ഹിറ്റിനകത്താണോ. നാനിയുടെ പണ്ടത്തെ ഡബ്ബിങ് ആർട്ടിസ്റ്റ് അടിപൊളിയായിരുന്നു. മറ്റേ ജേഴ്സി ഒക്കെ ചെയ്ത പുള്ളി അത്യാവശ്യം നല്ല സൗണ്ടായിരുന്നു. ജേഴ്സി നമ്മുടെ വേറൊരു പടം കൂടെ ഇല്ലായിരുന്നു, പുള്ളിയുടെ ഒരു ലവ് സ്റ്റോറി മൂവി, നമ്മുടെ മൃണാൽ തക്കൂറൊക്കെ ഉള്ളത്. അയ്യോ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് മേ ബി ഒന്ന് കമൻറ്റ് ബോക്സ് ഇടുക, ഞാൻ ആ പേര് മറന്നുപോയി. മറ്റേ അലരേ ആ പാട്ടൊക്കെ അലരേന്നല്ലേ, ലിറിക്സ് വേറെ ആയിരിക്കും കേട്ടോ. അതിനകത്തേക്ക് സൗണ്ട് കൊടുത്ത് അടിപൊളിയായിരുന്നു. പുള്ളിയുടെ കറക്റ്റ് ആ ഫിഗറോട്ട് മാച്ച് ചെയ്യുന്ന സൗണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സൗണ്ട് ഭയങ്കര ശോകം, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പുള്ളിയായിട്ട് മാച്ച് ആകുന്നില്ല. ശ്രീകണ്ഠ പാരഡൈസ്. ബ്ലേഡാ. വീട്ടുകാരുടെ കണ്ണേർ, നാട്ടുകാരുടെ കണ്ണേർ, അസൂയക്കാരന്റെ കണ്ണേർ, ഭയം ഓടുന്നവന്റെ കണ്ണേർ, കത്തിയെല്ലാം കോർപ്പിച്ച് രക്തമെല്ലാം തെറിപ്പിച്ച് കണ്ണേറെല്ലാം പോകണം. 24 സെപ്റ്റംബർ 24 പാരഡൈസ്. ട്രെയിലർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കൊള്ളാം, മേക്കിംഗ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു ടിപ്പിക്കൽ ഒരു ആവർത്തന വിരസത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കുറേ ഇതേ ഒരു ടെംപ്ലേറ്റ് കുറേ പടം വന്നിട്ടുണ്ട്. എനിക്ക് നാനിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം തെലുങ്കിൽ അത്യാവശ്യം നന്നായിട്ടൊരു നോർമലി നമുക്കറിയാം തെലുങ്ക് പടങ്ങൾ ഒരു 90% മൂവീസും ഭയങ്കര ഒരു ഓവർ ദ ടോപ്പ് ആക്ഷൻസും പരിപാടിയും അടി വെടിപ്പോക ആ ഒരു കോൺസെപ്റ്റ് വരുന്ന പടം. പക്ഷേ അതിനകത്തും പിന്നെ അത്യാവശ്യം സെലക്റ്റീവായിട്ട് നല്ല കഥയൊക്കെ നല്ല നോക്കി ചെയ്യുന്ന ഒരാളാണ് നാനി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ജേഴ്സി, പുള്ളിയുടെ വേറെ ഗെയിം ചേഞ്ചർ പോട്ടെ, അതല്ല നമ്മുടെ രാംചരൻ്റെ അല്ല കേട്ടോ, എൻ്റെ അമ്മോ അതല്ല. പുള്ളിയുടെ പടത്തിൻ്റെയൊക്കെ പേര് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ഇത് ജേഴ്സി നല്ല പടം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ലവ് സ്റ്റോറി മൂവിയിൽ അത് മൃണാൽ തക്കൂറൊക്കെയുള്ള ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നമ്മുടെ ഹേഷം വഹാം അബ്ദുളൊക്കെ മ്യൂസിക് ചെയ്തേക്കുന്നത്. അയ്യോ അതിൻ്റെ ഓക്കെ ഹൈനാനോ അങ്ങനെയാണ്, ഞാൻ പേര് മറന്നുപോയി.
ഞാനിവിടെ അത്യാവശ്യം എല്ലാ പടവും എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ ഉദ്ദേശിച്ച പടം മറ്റേ ആ ഒരു പിന്നെ വേറെ ഏതായിരുന്നു, ഞാനിവിടെ പടത്തിൻ്റെ പേരല്ല ഞാൻ പറഞ്ഞല്ലോ ദൈവമേ. അതായത് അത്യാവശ്യം ഒരു പുള്ളിയുടെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ഒട്ടും ഫീൽ ചെയ്യാത്തൊരു മനുഷ്യൻ. എനിക്ക് തെലുങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമുള്ള പുള്ളി. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വന്ന ഹിറ്റാണ് എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ടീസർ കണ്ടിട്ട്. പക്ഷേ ഇത് ടിപ്പിക്കലി കണ്ട് ഇഷ്ടം പോയി അടുത്തായിട്ട് കുറേ ഈ ഒരു ടെംപ്ലേറ്റിൽ തന്നെ മതി. ഇപ്പോൾ ഞാനിവിടെ തന്നെ പഴയ അവിടെ ദസറയുടെ ഒരു ചെറിയൊരു ഫീൽ കിട്ടുന്നുണ്ട്. ദസറ ഇങ്ങനെയല്ല, എന്നാലും ആ ഒരു ഞാൻ പറഞ്ഞൊരു കുറേ നാട്ടുകാരും അവിടുത്തെ കുറേ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന പരിപാടി അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനമാണ്. ഇപ്പോൾ എക്സാമ്പിൾ KGF പോലെ, KGF വേറെ രീതിയാണെങ്കിൽ പോലും ഒരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്നത് സെയിം ഒരു ടെംപ്ലേറ്റ് ഫീൽ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഇതിനകത്ത് അത്യാവശ്യം രസമുണ്ട്. പിന്നെ അനിരുദ്ധാണ് ഇതാക്കുന്നത്. ഇതിൻ്റെ തന്നെ ഒരു മെയിൻ മ്യൂസിക് ഉണ്ട്, എനിക്കൊന്ന് അതായിരിക്കും മെയിൻ തീം. അത് കിടിലായി, നല്ല രസമുണ്ട്. പിന്നെ ആക്ഷൻസൊക്കെ ഓവർ ദ ടോപ്പൊക്കെ നോർമലാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഓവർ ദ ടോപ്പ് ആക്ഷൻസ് ആണെങ്കിൽ പോലും അത് കാണുമ്പോൾ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര രസം. ഇപ്പോൾ പല പടത്തിലും അങ്ങനെ പറ്റുന്നത്. ഇപ്പോൾ KGF ഒക്കെ നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല അതിനകത്ത് ഒരു ഭാഗം പോലും. പക്ഷേ ആ ഒരു കൺവിൻസിങ് ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം ഡയറക്ടർ നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. പടത്തിന് 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഡയറക്ടർ നമ്മളെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. റോക്കി ബായ് എന്ന് പറഞ്ഞാൽ ഇതാണ്, റോക്കി ബായ്ക്ക് ഇത്രയെല്ലാം പോസിബിളാണ്. അത് കൺവിൻസ് ആയില്ലെങ്കിൽ ഭയങ്കര ഷോ ആയിരിക്കും, അരോചകമായിട്ട് നമുക്ക് തോന്നും. ഇതിപ്പം ടീസർ ഉണ്ട്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ടീസർ മേക്കിങ്ങും അതായത് ടെക്നിക്കൽ പാർട്ടെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് പക്ഷേ എനിക്കൊരു ഫ്രഷ് ഫീലോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹൈപ്പ് ചെയ്ത് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യാമെന്നൊരു ഫീലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വലിയതായിട്ട് തോന്നില്ല. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടമുള്ള ഒരു ആക്ടറും കൂടെയാണ്. പുള്ളിയുടെ ഓൾമോസ്റ്റ് എല്ലാ പടം ഞാൻ കാണുന്നതാണ്. ബട്ട് ഈ പടം എനിക്ക് കാണാൻ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ കാര്യങ്ങളൊന്നും എനിക്ക് ടീസർ ചെയ്യുന്നൊന്നും തോന്നില്ല. ഇനി മേ ബി ട്രെയിലർ വരട്ടെ, ബാക്കി കുറേ മ്യൂസിക് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്, അതൊക്കെ ഇറങ്ങട്ടെ. ഏതായാലും പാരഡൈസിൻ്റെ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എനിക്കിതൊക്കെയാണ്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.